കളമശ്ശേരിയിൽ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ മന്ത്രി പി രാജീവിന്റെ ഇടപെടലുണ്ടായെന്ന ED സത്യവാങ്മൂലത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. ശ്യാമിലി ശശിധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാമിലി, കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചോ? അഞ്ജിത, കോൺഗ്രസിന്റെ പ്രതിഷേധം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാവിലെ 10:10:30 നൂറോളം വരുന്ന പ്രവർത്തകർ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കുസാറ്റ് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് 100 മീറ്റർ മുമ്പ് വെച്ച് തന്നെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ പി രാജീവ് കരുവന്നൂർ വിഷയത്തിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ലോൺ അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മുൻ ബാങ്ക് സെക്രട്ടറി സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ED ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. രാവിലെ 10:00 തുടങ്ങിയത്. പിന്നീട് പ്രവർത്തകർ സമ്മേളനം പാലിച്ച് ഇരിക്കുകയായിരുന്നെങ്കിലും പിന്നീട് ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിക്കുകയും തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് മറ്റു വഴികളിലൂടെ പ്രവർത്തകർ അകത്തേക്ക് MLA ഓഫീസിനകത്തേക്ക് പരിസരത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നേരിയ സംഘർഷത്തിലേക്ക് അത് നീങ്ങിയെങ്കിലും പിന്നീട് പ്രവർത്തകരെ മറ്റ് നേതാക്കൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അനുനയിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയായിരുന്നു. നിലവിൽ സംഘർഷത്തിലേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നിലവിൽ മാർച്ച് സമാപിച്ചു കഴിഞ്ഞു. അഞ്ജിത. ശരി, ശ്യാമിലി ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്.